സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യ ഭാഗമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താണ് അതിൻ്റെ അർത്ഥം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏതൊരു നിസ്കരിക്കുന്നയാളും നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തല്ലേ സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ ബിസ്മി കഴിഞ്ഞാൽ തൊട്ടടുത്ത ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? സർവസ്തുതിയും അല്ലാഹുവിന് അധികാരപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമുക്കൊരു ഗുണം കിട്ടിയാൽ, നമുക്കൊരു സന്തോഷം കിട്ടിയാൽ ആദ്യം പറയേണ്ടുന്ന വാചകം എന്താണ്? അൽഹംദുലില്ലാഹ്. സർവസ്തുതിയും അല്ലാഹുവിന് ഉടമപ്പെട്ടതാണ്, റബ്ബിന്റെ അധികാരത്തിലുള്ളതാണ്. കാരണം എന്തേ? എനിക്ക് ആര് എന്ത് ഉപകാരം ചെയ്താലും, ഇവിടെ ഞാൻ നിങ്ങളെ അടുക്കാരിൽ വാതിന് വന്നപ്പോ ഞാൻ അതാ ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ കയറി. അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാൽ എന്നെ വാതിന് ക്ഷണിച്ചതാരാണ്? വാതിന് ക്ഷണിച്ചത് ഈ നാട്ടുകാരായ നിങ്ങളാണ്. ഭക്ഷണം തന്നതാരാണ്? ഭക്ഷണം തന്നത് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ ആ വീട്ടുകാരനാണ്. എന്നാലോ ഞാൻ എന്താണ് പറയുന്നത്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹ്. ആ ഭക്ഷണം കഴിക്കുന്ന തുടക്കത്തിൽ എന്താ പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യത്തിലും അല്ലാഹുവിന്റെ പേരാണ് ഉച്ചരിക്കുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പറയുന്നത് എന്താണ്? അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും. കാരണം എനിക്ക് ഭക്ഷണം തന്നത് ഈ വീട്ടുകാരനാണെങ്കിലും യഥാർത്ഥത്തിൽ അത് തന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു തആല ഈ വീട്ടുകാരൻ മുഖേന എനിക്ക് ഭക്ഷണം തന്നു എന്നേയുള്ളൂ. സത്യത്തിൽ യഥാർത്ഥത്തിൽ ആ ഭക്ഷണം തന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് ആര് എന്ത് ഉപകാരം എവിടുന്ന് എപ്പോ എങ്ങനെ ചെയ്താലും, യഥാർത്ഥത്തിൽ ആരെ പുകഴ്ത്തിയാലും യഥാർത്ഥത്തിലുള്ള സ്തുതി യജമാനനായ റബ്ബിനുള്ളതാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. ഓ ജനങ്ങളെ, നിങ്ങൾക്ക് ആരിൽ നിന്ന് എന്ത് നിഅമത്ത് കിട്ടിയാലും അതാണ് വമാ ബികും മിൻ നിഅമ. നിങ്ങൾക്ക് ആരിൽ നിന്ന് എന്ത് നിഅമത്ത് കിട്ടിയാലും നിങ്ങൾ ഓർക്കേണ്ടുന്നൊരു കാര്യമുണ്ട്, അത് ഫമിനല്ലാഹ്. യഥാർത്ഥത്തിൽ ആ നിഅമത്ത് നമുക്ക് കിട്ടിയത്, യഥാർത്ഥത്തിൽ ആ നിഅമത്ത് നിങ്ങൾക്ക് കിട്ടിയത് ഫമിനല്ലാഹി, യജമാനനായ റബ്ബിൽ നിന്നാണ്. ആ റബ്ബിൽ എപ്പോഴും വിശ്വാസം സമർപ്പിച്ച് നല്ല ഈമാനുള്ളവരായി റബ്ബിലേക്ക് എപ്പോഴും മനസ്സ് തിരിച്ച് നല്ല തഖ്വയോടെ ആ റബ്ബിനെ പേടിച്ച് ജീവിക്കുക എന്നത് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും ബാധ്യസ്ഥനാണ്. ഒരിക്കലും ആ റബ്ബിനെ ധിക്കരിച്ച് നടക്കാനൊക്കുമോ? ഒരിക്കലും കഴിയില്ല. എങ്ങനെയാണ് ആ റബ്ബിനെ ധിക്കരിച്ച് നടക്കാൻ കഴിയുന്നത്? അതുകൊണ്ടല്ലേ അല്ലാഹു തആല തന്നെ ഖുദ്സിയായ ഹദീസിൽ പഠിപ്പിച്ചത് എന്താണ്? എന്റെ ഭക്ഷണം കഴിച്ച്, എന്റെ വെള്ളം കുടിച്ച്, എന്റെ എല്ലാ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി
എന്നെ ധിക്കരിച്ച് എനിക്ക് തെറ്റ് ചെയ്ത് ജീവിക്കണമെന്ന് നിനക്ക് തോന്നിയാൽ നീ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്റെ അധികാരത്തിലുള്ള ഭൂമിയല്ലാത്ത മറ്റൊരു സ്ഥലം അവൻ തേടിപ്പോകട്ടെ എന്ന് പറഞ്ഞു. എങ്ങോട്ട് പോകാനാണ്? എവിടെ പോയാലും, അടുക്കാറിൽ നിന്ന് എന്റെ ചിക്കമംഗളൂരിലേക്ക് വന്നാലും, മംഗലാപുരത്ത് നിന്ന് ദുബായിലേക്ക് പറന്നാലും വേണ്ട, ചുറ്റും കടൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപിലേക്ക് പോവാൻ കപ്പൽ കയറിയാലും, എവിടെ പോയാലും അതെല്ലാം അല്ലാഹുവിന്റെ അധികാര പരിധിയിൽ ഉള്ളതാണ്. പിന്നെ എങ്ങനെയാണ് റബ്ബിന്റെ അധികാര പരിധി ഇല്ലാത്ത വേറൊരു സ്ഥലം തേടിപ്പോവാ? കഴിയില്ല. അപ്പൊ പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആ പറഞ്ഞതിന്റെ അർത്ഥം, ഓ ജനങ്ങളെ, നിങ്ങൾ എന്റെ അടിമകളാണ്, ഞാൻ നിങ്ങളെ റബ്ബാണ്. എന്റെ ഭക്ഷണമല്ലേ നിങ്ങൾ കഴിക്കുന്നത്, എന്റെ വെള്ളമല്ലേ നിങ്ങൾ കുടിക്കുന്നത്, എന്റെ വായുവല്ലേ നിങ്ങൾ ശ്വസിക്കുന്നത്. എന്നിട്ട് ആ റബ്ബായ എനിക്ക് ധിക്കാരം കാണിച്ച് നടക്കാൻ മനസ്സ് വരുന്നതെങ്ങനെ? ഓ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ജീവിതത്തിന്റെ ഒരു ദുർബല സമയത്ത് പോലും യജമാനനായ റബ്ബിനെ ധിക്കരിച്ച് ജീവിക്കരുത് കേട്ടോ. കാരണം ആ റബ്ബിനെ ധിക്കരിച്ച് ജീവിച്ചാൽ അത്തരക്കാർക്ക് പരലോകത്ത് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണ്? അത് വല്ലാത്ത ശിക്ഷയാണ്. മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു, ഇബ്നുൽ ജൗസി തങ്ങളുടെ സിഫത്തു സഫ്വയിൽ കാണാം, മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു, ആ മഹാനവരുകൾ പറയാണ്, അന്ന് ജീവിച്ചിരിപ്പുള്ള വേറൊരു മഹാനുണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു. ഇത് റബീഉൽ ആഖിർ മാസമാണ്, മഹാന്മാരുടെ മാസമാണ്. ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ നേതാവായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളുടെ മാസമാണ്. ധാരാളം കറാമത്ത് ജീവിതത്തിൽ കാണിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഖഫീലക്കാരരെ കള്ളര് ഫൂടിച്ചാരേ, കാണാ നീലത്തിന് ഖബഖാബാൽ കൊന്നോവർ. ഓ ഉമ്മമാരെ, നിങ്ങളല്ലേ കൂടുതലും മുഹയ്യിദ്ദീൻ മാല പണ്ട് മുതൽ ആലപിച്ചു പോന്നത് നിങ്ങളല്ലേ? ആ മുഹയ്യിദ്ദീൻ മാലയിൽ ഒരിടത്ത് കാണാമല്ലോ, ഖഫീലക്കാരരെ കള്ളര് ഫൂടിച്ചാരേ, കാണാ നീലത്തിന് ഖബഖാബാൽ കൊന്നോവർ. എന്താണ് മാലയിലെ പറഞ്ഞത്? അത് വെറുതെ പറഞ്ഞതാണോ? മാലയിൽ ഇല്ലാത്തത് പറഞ്ഞതാണോ? ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു അല്ല, ഇമാം അബ്ദുല്ലാഹിൽ യാഫഈ റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ കറാമത്ത് പറഞ്ഞ കൂട്ടത്തിൽ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് പ്രത്യേകം പറഞ്ഞത് കാണാം. ആ കറാമത്ത് പറഞ്ഞ സ്ഥലത്ത് മുഹയ്യിദ്ദീൻ മാലയിൽ പറഞ്ഞ ഈ സംഭവം മഹാനവരുകൾ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. നേർച്ച അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേർച്ച എന്തിനെയാണ് നേർച്ച ചെയ്യൽ? സുന്നത്തായ കാര്യത്തെ നേർച്ച ചെയ്യാൻ, ഇബാദത്തിനെയാണ് നേർച്ച ചെയ്യാൻ. അപ്പൊ 2 റക്അത്ത് നിസ്കാരം സുന്നത്താണ്. പക്ഷെ ഒരാൾ നേർച്ച ചെയ്തു 2 റക്അത്ത് നിസ്കരിക്കാൻ, സുന്നത്ത് നിസ്കാരം നേർച്ച ചെയ്തു, എന്നാൽ അത് നിർബന്ധമായി, പിന്നെ അത് നിർവഹിക്കാതിരിക്കാൻ പാടില്ല. പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കൽ സുന്നത്താണ്. പക്ഷെ ഒരാള്
എഴുത്തിക്കാഫിരിക്കാൻ നേർച്ചയാക്കി, എന്നാൽ കൂലി കൂടുതൽ കിട്ടും. കാരണം നേർച്ചയാക്കിയാൽ ഫർളായി, അല്ലെങ്കിൽ സുന്നത്താണ്. നേർച്ച ആക്കാതിരുന്നാൽ സുന്നത്തിന്റെ മാത്രം പ്രതിഫലമാണ്. നേർച്ചയാക്കിയാലോ ഫർളിന്റെ പ്രതിഫലമാണ്, അപ്പൊ കൂടുതൽ കൂലി കിട്ടും. പക്ഷേ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യാതിരുന്ന കുറ്റമൊന്നുമില്ല, ചെയ്താ പ്രതിഫലം കിട്ടും. നേർച്ചയാക്കിയാൽ ഫർളായി, ഫർളായാലോ ചെയ്യൽ നിർബന്ധമാണ്, ചെയ്തില്ലെങ്കിൽ കുറ്റം കിട്ടും. ഞാനിത് എന്തിനു പറഞ്ഞു എന്ന് പറഞ്ഞാല് ഉമ്മമാര് ശ്രദ്ധിക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞു. ഉമ്മമാര് വേദയൊക്കെ ഉണ്ടാവില്ലേ, ഉമ്മമാര് ശ്രദ്ധിക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞു. കാരണം കൂടുതൽ നേർച്ച വെക്കുക ഉമ്മമാരാണ്, കൂടുതൽ നേർച്ച ചെയ്യാലാരാ? ഉമ്മമാരാണ്. അതുകൊണ്ട് നേർച്ച നല്ല ഓർമ്മ വേണം. വേണമെങ്കിൽ ഞാൻ പറയുന്നത് ഒരു കടലാസിൽ എഴുതി വെക്കുന്നതും നല്ലതാണ്, ആക്കിയ നേർച്ച മുഴുവനും. അതിനുണ്ട് നേർച്ച വീട്ടണം. ഖുർആനില് അല്ലാഹു തആല പറഞ്ഞില്ലേ, വൽയൂഫൂ നുദൂറഹും, അവർ നേർച്ച വെച്ചാ മാത്രം പോരാ, ആ നേർച്ച അവർ നിർവഹിക്കണം, അത് വീട്ടണം എന്ന് ഖുർആൻ പറഞ്ഞു. നേർച്ച വീട്ടാനുള്ളതാണ്, നേർച്ച ചെയ്യാൻ മാത്രമുള്ളതല്ല. ചെയ്ത നേർച്ച വീട്ടാനും കൂടിയുള്ളതാണ്. അങ്ങനെയാണ് നേർച്ച എന്ന് പറഞ്ഞാൽ, അത് വീട്ടണം. അതുകൊണ്ട് നേർച്ച ചെയ്തത് നല്ല ഓർമ്മ വേണം. നേർച്ച ചെയ്യുമ്പോ രണ്ട് തരത്തിൽ നേർച്ച ചെയ്യുന്നവരുണ്ട്. ഒന്ന്, എന്റെ കാര്യം നടന്നു കിട്ടിയാൽ ഞാൻ ഇന്നാൽ ഇന്നത് കൊടുക്കുമെന്ന് നേർച്ച. രണ്ടാമത്തൊരു നേർച്ച ഉണ്ട്, എന്റെ കാര്യം നടന്നു കിട്ടാൻ വേണ്ടി ഞാൻ ഇന്നാൽ ഇന്നത് കൊടുക്കുകയാണ്. അതിൽ പവർ കൂടുതൽ ഏതിനാണ്? ആദ്യം പറഞ്ഞതിനല്ല, രണ്ടാം പറഞ്ഞതിനാണ്. കാരണം രണ്ടാമതായി പറഞ്ഞത് എന്താണ്? എന്റെ കാര്യം നടന്നു കിട്ടാൻ ഞാൻ കൊടുക്കൂന്നാ പറഞ്ഞു. നടന്നാലും നടന്നില്ലെങ്കിൽ കൊടുക്കണം, അതാണ് നേർച്ച. നടക്കാൻ വേണ്ടിട്ടല്ലേ, അത് എപ്പോ നടക്കുമെന്ന് പറയാൻ പറ്റൂലല്ലോ. അതേ സമയത്ത് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടിയാൽ ഞാനത് ചെയ്യും എന്ന് പറഞ്ഞു. എങ്കിൽ നടന്നു കിട്ടിയാൽ മാത്രമേ ചെയ്താൽ മതി. അതുകൊണ്ടാണ് പലരും അങ്ങനെ നേർച്ച വെക്കുന്ന തന്നെ, നിനക്കും കണ്ടാന്ന് കരുതിയിട്ട്. പിന്നെ മനസ്സിൽ കരുതിയത് കൊണ്ട് നേർച്ച ആവൂല. ഒരാൾ മനസ്സിൽ നിയ്യത്ത് ചെയ്തു, നിയ്യത്ത് ചെയ്തത് കൊണ്ട് നേർച്ച ആവൂല. നാവ് കൊണ്ട് ഞാൻ നേർച്ച ചെയ്തു എന്ന് പറയണം, എങ്കിലേ നേർച്ച ആവുള്ളൂ. ആ നേർച്ച എന്നത് ചെയ്യാൻ മാത്രമുള്ളതല്ല, ചെയ്ത നേർച്ച വീട്ടാനും കൂടി ഉള്ളതാണ്. അതാണ് അവരുടെ നേർച്ചകൾ അവർ വീട്ടണം. പണ്ട് കാലം മുതൽക്ക് തന്നെ വലിയ മഹത്വമുള്ള നേർച്ചയാണ് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് തങ്ങളുടെ പേരിൽ നേർച്ച ചെയ്യാം. തങ്ങളുടെ പേരിൽ എന്തെങ്കിലും നിയത്ത് ചെയ്തു കൊടുക്കുക. ഇവിടെ മൊഹീദ്ദീൻ റാത്തീബ് കഴിഞ്ഞില്ലേ? മൊഹീദ്ദീൻ റാത്തീബ് കഴിഞ്ഞു, നിങ്ങളെല്ലാരും കൂടിയില്ലേ മൊഹീദ്ദീൻ റാത്തീബില്? അന്ന് മൊഹീദ്ദീൻ റാത്തീബിന് സാധാരണഗതിയിൽ ഇവിടെ എന്താ സീറിന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്താ വീട്ടിൽ നിന്ന് 10 രൂപ കൊണ്ടുവരാണ്, അതാണ് അല്ലേ? അത് പണ്ട് കാലം മുതൽക്ക് തന്നെ അങ്ങനെയാണ്. ഇടക്കാലത്ത് വെച്ച് നേരത്തെ നെയ്ച്ചോറായിരുന്നു, പള്ളിന്റെ മുറ്റത്തുണ്ടാക്കലായിരുന്നു. ഇപ്പൊ പിന്നെ 10 രൂപ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെയാണോ? അല്ല, പണ്ട് മുതൽക്ക് തന്നെ അങ്ങനെയാണ്. എന്റെ മൂടബിദ്ര ദർസിലും ഞാൻ അങ്ങനെ ചെയ്തു. അവിടെ മറ്റു പരിപാടിക്കൊക്കെ നമ്മൾ അവിടെ നിന്ന് നെയ്ച്ചോറും ഇറച്ചക്കറിയൊക്കെ ഉണ്ടാക്കല. മുഹയ്യിദ്ദീൻ റാത്തീബിനാണെങ്കിലോ ഇത്തവണ ഞാൻ പറഞ്ഞു, പരിസരത്തുള്ള വീട്ടിൽ നിന്ന് 10 രൂപ കൊണ്ടുവരട്ടെ. നോക്കുമ്പോ 2000 10 രൂപ. നിങ്ങളെ പോലെ അടക്കാറിന്റെ മഹല്ല് പള്ളിയൊന്നുമല്ല നമ്മളത്. നമ്മൾ സെപ്പറേറ്റ് നമ്മൾ നടത്തുന്ന ഒരു പള്ളിയാണ്. ഒരു 60ഓളം മുത്താലിമുകളുണ്ട്. പക്ഷെ 60 കുട്ടികളും ഭക്ഷണം കഴിക്കുന്നത് വീടുകളിൽ പോയിട്ടാണ്. അത് അവരെ ജമാഅത്ത് പള്ളിയൊന്നുമല്ല. എന്നാലും മുത്താലിമീങ്ങളെ സ്നേഹിച്ച് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, ഇൽമിനോടുള്ള സ്നേഹം കൊണ്ട് ഭക്ഷണം കൊടുക്കുകയാണ്. അല്ലാഹു ആ നാട്ടുകാർക്കും ഈ നാട്ടുകാർക്കും ഒക്കെ റബ്ബ് ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ എന്തിനാണ് 10 രൂപ ഉണ്ടാക്കി കൊണ്ടുവരിക? ആ ഉമ്മമാരോട് ഞാൻ പറയണം, അങ്ങനെ 10 രൂപ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ ഓരോ വീട്ടുകാർക്കും ഓരോ മുറാദുണ്ടാവും, ഉദ്ദേശം ഉണ്ടാവും. ആ ഉദ്ദേശം വെച്ചിട്ട് 10 രൂപ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹുവിന്റെ പേരിൽ പ്രത്യേകം നിയ്യത്ത് ചെയ്ത് 10 രൂപ ഉണ്ടാക്കി കൊണ്ടുവരുന്നു. അങ്ങനെ ആ നിയ്യത്തിന്റെ ബറക്കത്ത് കൊണ്ട് അതാ പിന്നെ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല ഹാസിലാക്കി തരുന്നു. അങ്ങനെയാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ ഉളു എടുക്കുകയാണ്. ഉളു എടുക്കണ സമയത്താണ് പെട്ടെന്ന് ഒരു ഒച്ച വെച്ചു മഹാനവരുകൾ. ഉടനെ അവിടുന്ന് ഒരു ചെരിപ്പ്, ആ ചെരിപ്പങ്ങെടുത്ത് ഒരൊറ്റ ഏറങ്ങ് കൊടുത്തു.
ഒരൽപ്പനേരം കഴിഞ്ഞപ്പോ രണ്ടാമതായി ഒരു ഒച്ച വെച്ചു. അതാ തൊട്ടപ്പുറത്തുള്ള ചെരിപ്പങ്ങെടുത്തു. ആ ചെരിപ്പതാ ഒരൊറ്റ ഏറങ്ങു കൊടുത്തു. പരിസരത്തുള്ളവർക്കൊന്നും മനസ്സിലായില്ല. എന്തിനാണ് മഹാനവരുകൾ ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായില്ല. പക്ഷേ കുറച്ച കാലം കഴിഞ്ഞപ്പോ വേറെ ഏതോ ഒരു നാട്ടിൽ നിന്ന് ഒരു സംഘം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വരികയാണ്. വരുമ്പോൾ കുറെ കുപ്പായങ്ങളുണ്ട്, കുറെ അതേ സ്വർണമുണ്ട്, അതോടൊപ്പം ഈ രണ്ട് ചെരിപ്പും ഉണ്ട്. എത്രയോ ദൂരെയുള്ള നാട്ടുകാരാണ്. ശൈഖ് ജീലാനി തങ്ങള് അതാ കൊടുത്ത കൊടുത്ത ചെരുപ്പ്, ആ രണ്ട് ചെരുപ്പുമായിട്ടാണ് ആ നാട്ടുകാര് മഹാനവരുകളെ സമീപിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പരിസരത്തുള്ളവര് ചോദിച്ചു, എന്തിനാണ് നിങ്ങളിപ്പോ വന്നത്? നിങ്ങളെ കയ്യില് കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ, കൂട്ടത്തില് രണ്ട് ചെരുപ്പുണ്ടല്ലോ. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഞങ്ങള് ഒരു സംഘമായി ഇങ്ങനെ പോകുമ്പോ ഒരു കൂട്ടം കള്ളന്മാര് ഞങ്ങളെ പിടികൂടി. ആ കൂട്ടത്തിൽ ഒരു 2 പേര് മുന്നിൽ വന്നു. എന്നിട്ടതാ അവര് ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങളെ കൊല്ലാൻ നോക്കി. അപ്പോഴേക്ക് ഞങ്ങൾ അവിടുന്ന് ഒരു നേർച്ച ചെയ്തു. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങളെ പേരിൽ ഒരു നേർച്ച ചെയ്തതാണ്. ആ നേർച്ചയങ്ങ് ചെയ്തതേയുള്ളൂ. ഉടനെ ഒരു ശബ്ദം കേട്ടു. ഞങ്ങളങ്ങ് നോക്കുമ്പോഴാണ് ഒരാളുടെ ദേഹത്തേക്ക് ഒരു ചെരുപ്പേറ് കൊണ്ടിട്ട് അയാളങ്ങ് മരണപ്പെട്ടു പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ രണ്ടാമത്തൊരു ഒച്ച കേട്ടു, ശബ്ദം കേട്ടു. അതാ അയാൾക്കും ഒരു ചെരുപ്പിന്റെ ഏറ് കൊണ്ടു അയാളും മരണപ്പെട്ടു പോയി. ആ ചെരുപ്പുമായിട്ടാണ് ഞങ്ങൾ വന്നത്. ഒപ്പം ഞങ്ങൾ നേർച്ച ചെയ്തത് കൊടുക്കാൻ വന്നതാണ്. നോക്കുമ്പോൾ അത് ആരാണ്? അങ്ങനെ അതാ ആരുടെ ചെരുപ്പാണത്? മഹാനവരുകളുടെ ചെരുപ്പാണ്. സുബ്ഹാനല്ലാഹ്. അന്നത്തെ പോലെ ഇന്നത്തെ പോലെ അന്ന് ഇതുപോലെ കാണാൻ ഒരു ലൈവിന്റെ സംവിധാനമുണ്ടോ? ഇവിടെ ഞാനിങ്ങനെ അത് പറയുമ്പോ ഈ അടുക്കാരിലെ എത്രയോ പ്രവാസികളില്ലേ, ജാൽസൂർ പരിസരത്തുള്ള എത്രയോ പ്രവാസികളില്ലേ, അവർ ഗൾഫ് നാടുകളിൽ ഇരുന്ന് ഈ പാവപ്പെട്ടവന്റെ വാലുകൾ കുന്നില്ലേ. അവർ ചിലപ്പോൾ നമ്മോടൊപ്പം ഇല്ലെങ്കിലും അവരവരുടെ മുറികളിൽ കുത്തിരുന്ന് അവര് നമ്മോടൊപ്പം കൈകോർക്കുന്നുണ്ടല്ലോ. എന്തേ കാരണം? ലൈവിന്റെ സംവിധാനമുണ്ട്, യൂട്യൂബിന്റെ സംവിധാനമുണ്ട്, ഫേസ്ബുക്കിന്റെ സംവിധാനമുണ്ട്, ഇൻസ്റ്റാഗ്രാമിന്റെ സംവിധാനമുണ്ട്, സോഷ്യൽ മീഡിയയുടെ സംവിധാനമുണ്ട്. എന്നാലോ അക്കാലത്തോ ശൈഖ് ജീലാനി തങ്ങളുടെ കാലത്ത് ചോദിക്കട്ടെ, അന്നൊരു ലൈവിന്റെ സംവിധാനമുണ്ടോ? അന്നൊരു യൂട്യൂബിന്റെ സംവിധാനമുണ്ടോ? അതുപോലെ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ഫേസ്ബുക്ക് ഉണ്ടോ? ഒന്നുമില്ലാത്ത കാലത്ത് എങ്ങനെയാണ് മഹാനവരുകൾ ഏതോ ഒരു നാട്ടിൽ ഏതോ ഒരു വിഭാഗം ആളുകൾ നേർച്ച ചെയ്തത് മഹാനവരുകൾ എങ്ങനെയാണ് അറിഞ്ഞത്? ഇവിടുന്ന് അങ്ങോട്ട് ഒച്ച വെച്ചപ്പോ ഏതോ നാട്ടിലുള്ളവർക്ക് എങ്ങനെയാണ് ഒച്ച കേട്ടത്? ഇതുപോലത്തെ സൗണ്ട് ബോക്സ് ഉണ്ടോ? മൈക്ക് സെറ്റ് ഉണ്ടോ? സ്പീക്കർ ഉണ്ടോ? അതുപോലെ ഇവിടുന്ന് അങ്ങ് ചെറുപ്പേര് നടത്തിയപ്പോ എത്രയോ അകലെ സ്ഥിതി ചെയ്യുന്ന നാട്ടിൽ എങ്ങനെയാണ് എത്തിയത്? അതല്ലേ കുഫിയാകത്തുള്ള വസ്തുവിനെ പോലെ കമാൻ ഞാൻ നിങ്ങളെ കൽബാകമെന്നോവർ. അത് ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പവറാണല്ലോ. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. റബ്ബിലേക്ക് ഇബാദത്ത് ധാരാളം ചെയ്ത് ഫർളായ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്തു. അതോടൊപ്പം ഒരുപാട് സുന്നത്തായ കർമ്മങ്ങൾ ചെയ്തു. എന്നാൽ അല്ലാഹു തആല അത്തരത്തിലുള്ള മഹാന്മാർക്ക് വലിയ പവർ കൊടുക്കുന്നു. ഏത് പവറാണ്? മസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു
ഹത്താ അകൂന ലഹു യദം വൽ അർജുലാ والسمع منه ثم عينا باصرا أي مثل ذلك في المطالب حربلا. അങ്ങനെ ധാരാളം ഫർളുകൾ നിർവഹിച്ച് സുന്നത്തുകൾ ധാരാളം നിർവഹിച്ചാൽ അവരുടെ കണ്ണ് ഞാനാകുമെന്ന് അല്ലാഹ് പറഞ്ഞതാണ്. കുന്തു സംഅഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യുബ്സിറു ബിഹി വയദഹുല്ലതീ യബ്തിഷു ബിഹാ വരിജ്ലഹുല്ലതീ യംശി ബിഹാ. അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ കേൾക്കുന്ന കാത് ഞാനാകും, അവൻ പിടിക്കുന്ന കയ്യ് ഞാനാകും, അവൻ നടക്കുന്ന കാല് ഞാനാകും. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതായത് അവന്റെ കണ്ണ് അടുത്തതും ഉള്ളതും കാണും, മറഞ്ഞു നിൽക്കുന്നതും കാണും. അവന്റെ കാതുകൊണ്ട് അതേ തൊട്ടടുത്തുള്ള ശബ്ദവും കേൾക്കും, മറഞ്ഞു നിൽക്കുന്ന ശബ്ദവും കേൾക്കും. അവന്റെ കയ്യോ അതൊരു സാധാരണ കൈയല്ല, ആ കയ്യിന് വലിയ പവർ കൊടുക്കും. അവന്റെ കാലോ ആ കാല് സാധാരണക്കാരന്റെ കാലല്ല, ഒരേ സമയം പലയിടത്തേക്കും എത്തിച്ചേരാൻ ആ പവർ അവന്റെ കാലിന് കൊടുക്കൂ. സുഹൃത്തുക്കളെ, ശൈഖ് ജീലാനി തങ്ങളെ പേരിലുള്ള നേർച്ച അത് വലിയ പവറുള്ള നേർച്ചയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഖുത്ബിയത്ത് ചൊല്ലുന്നത്, അതുകൊണ്ടാണ് നമ്മൾ മുഹയ്യദ്ദീൻ റാത്തീബ് എടുക്കുന്നത്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ മഹാന്മാരെല്ലാവരും അവർ ഏത് സമയത്തും അവരുടെ ആഖിറം രക്ഷപ്പെടുത്താൻ അവർ കണ്ടെത്തിയ വഴി എന്താണ്? ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യലാണ്. ആ സൽക്കർമ്മങ്ങൾ യഥേഷ്ടം ചെയ്യാൻ കാരണം അത് മുഖേന അവരുടെ ആഖിറം രക്ഷപ്പെടുത്താനാണ്. അതുകൊണ്ടല്ലേ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ്, സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. ആ മഹാൻ ഹജ്ജിന് വന്നു. അല്ലാഹു ഞങ്ങൾക്കൊക്കെ ഹജ്ജിന് പോകാൻ ഭാഗ്യം തരട്ടെ. ഹജ്ജിന് പോകാൻ ഒരുങ്ങണം, അല്ലാഹു ഭാഗ്യം തരട്ടെ. എല്ലാം ആക്കിയിട്ട് അവസാനം കർമ്മം കഴുകാൻ പോണ പോക്ക് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. നേരത്തെ പോയതിന്റെ ബറക്കത്ത് കൊണ്ട് നല്ല രൂപത്തിൽ ജീവിക്കാൻ ഒരു അവസരം കിട്ടും. അത് വലിയ സംഭവമാണ്, ചെറിയ സംഭവമൊന്നുമല്ല. ഇബ്നു ദഖീഖ് അൽ ഈദ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ വലിയ സ്ഥാനത്തേക്ക് എത്താനുണ്ടായ കാരണം ഇബ്നു ഹജർ തങ്ങൾ പോലുള്ള മഹാന്മാർ കിതാബിൽ എഴുതി വെച്ചത് കാണാൻ കഴിയും. മഹാന്റെ ഉമ്മ പ്രസവിച്ചപ്പോ ബാപ്പാന്റെ അടുത്ത് ആളുകൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഭാര്യ നിങ്ങളെ തിരിയോ? ഇവിടെ തിരിയോന്നാ പറയാ, തിരിഞ്ഞാലും തിരിഞ്ഞില്ലെങ്കിലും വിഷയം മനസ്സിലായില്ലേ? ഭാര്യ ചില സ്ഥലത്ത് തിരിയോന്നാ പറയാ, എന്താ അല്ലാഹു അലം. അപ്പോ ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയാണ്. നിങ്ങളെ ഭാര്യ പ്രസവിച്ചു, ആൺകുഞ്ഞിന് ജന്മം നൽകി എന്ന് പറഞ്ഞു. ഒക്ക മഹാൻ എന്ത് ചെയ്തെന്നറിയോ? രണ്ട് കയ്യും പിടിച്ച് ദുആർന്ന്, റബ്ബേ എനിക്ക് ചീത്ത പേര് വരുത്തുന്ന മോനാക്കിരണ്ട, ആണുകുട്ടിയല്ലേ, ചീത്ത പേര് വരുത്തുന്ന മോണാക്കിരണ്ട. എന്നിട്ട് ഉമ്മാന്റെ മുലപ്പാല് കുടിക്കണ സമയത്ത് തന്നെ ബാപ്പ ഈ കുട്ടിനെ കയ്യിൽ പിടിച്ചിട്ട് നേരെ കഅബന്റെ അരികിൽ ചെന്നു. ആ കഅബന്റെ അരികിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? ഈ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിട്ട് കഅബ ഇങ്ങനെ തവാഫ് ചെയ്തിട്ട് അള്ളാഹിനോട് ദുആർക്കാണ്. ഇങ്ങനെ ചുറ്റിട്ട് ഒരു ദുആ, റബ്ബേ ഇതാ നിന്റെ കഅബയുടെ മുന്നില് ഞാൻ എന്റെ കയ്യിൽ പിടിച്ചിട്ടുള്ളത് നീ എനിക്ക് തന്ന ഒരു ആൺകുഞ്ഞിനെയാണ്. എനിക്കൊരാഗ്രഹമുണ്ട്, ഈ മോനെ ഒരു ആലിമാക്കി തരണേ അല്ലാ. ഒരൊറ്റ ദുആ. അല്ലാഹു ആ ദുആ അങ്ങ് കേട്ടു. ഇബ്നു ദഖീഖ് അൽ ഈദ് റളിയല്ലാഹു അൻഹു പിന്നീട് ആരാ? ഖാദിൽ ഖുലാത്ത്. എല്ലാ ഖാദിമാരെ ഖാദി എന്ന പേരിൽ അറിയപ്പെട്ടു മഹാനവരുകൾ. ഓരോന്നിനും ഓരോ വകുപ്പാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു ആ മഹാനവരുകൾ ഹജ്ജ് ചെയ്യാൻ മക്കയിൽ വന്നു. ഹജ്ജിന് ഇഹ്റാം കെട്ടിയിട്ടാണ് മക്കയിൽ വരുന്നത്. ആ മക്കയിൽ അങ്ങെത്തിയപ്പോൾ
രണ്ട് കാലിൽ നിന്ന് ഒരു കാലിന് വയ്യാണ്ടായി, ഒരു കാല് വേദനിക്കാൻ തുടങ്ങി. ഓ, അവരൊക്കെ അവരുടെ ആഖിറം രക്ഷപ്പെടുത്താൻ എത്രയാണ് അവരുടെ ശരീരത്തിന് അധ്വാനം നൽകിയത്. ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചോദിക്കട്ടെ, നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ പരലോകം രക്ഷപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്തു? ഇല്ല മോമിനേ, കുറെ അങ്ങ് ചെയ്തിട്ടുണ്ടെന്ന ഒരു തോന്നല്, അത് ഖൽബിൽ ഇബ്ലീസ് തോന്നിപ്പിക്കുകയാണ്. ഒന്നും ചെയ്തിട്ടില്ല, ചെയ്തതൊന്നും മതിയായിട്ടില്ല. ഓ, മരക്കപ്പുറത്തിരുന്ന് വാത് കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള സഹോദരിമാരെ, ഒരൽപ്പം ദിക്റ് ചൊല്ലിയപ്പോ, ഒരൽപ്പം റാത്തീബെടുത്തപ്പോ ആഖിറത്തിന് മതി, ഞാൻ കുറെ അങ്ങ് ചെയ്തു. ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചപ്പോ ഞാൻ അത്യാവശ്യം തിരക്കേടില്ലെന്നൊരു തോന്നലാണ്. ആ തോന്നല് യഥാർത്ഥത്തിൽ തോന്നിപ്പിക്കുന്നത് അത് ശൈത്താനാണ് കേട്ടോ. മുൻഗാമികളായ മഹദിമാരോ, അവരെത്രയാണ് സൽക്കർമ്മങ്ങൾ ചെയ്തത്, എത്രയാണ് ഇബാദത്ത് ചെയ്തത്. പക്ഷേ എത്ര കണ്ട് ചെയ്തെങ്കിലോ എപ്പോഴും അവരുടെ ഖൽബിലുള്ള ചിന്ത, ഇതൊന്നും നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്താൻ മതിയായിട്ടില്ല. അതുകൊണ്ടല്ലേ അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു ഹജ്ജ് ചെയ്യാൻ മക്കയിലെത്തി. ഫഅതല്ലത് യഹദാ ഖദമൈഹി, 2 കാലിൽപ്പെട്ട ഒരു കാല് വേദനിക്കാൻ തുടങ്ങി, ഒരു കാലിന് വയ്യാണ്ടായി. ആ ഒരു കാല് വേദനിക്കാൻ തുടങ്ങിയപ്പോ മഹാനവരുകൾ പോയി വിശ്രമിച്ചതാണോ? ഇല്ല, വിശ്രമിച്ചില്ല. ഇന്ന് ഹജ്ജിന് പോയാൽ, ഇന്ന് ഹജ്ജിന് പോകുമ്പോ എന്താ പറയാന്നറിയോ? നേരത്തെ ഹജ്ജ് ചെയ്ത ആളുകള് പുതുതായിട്ട് ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് കുറെ അനുഭവങ്ങളൊക്കെ കുറെ പറയും. ചിലത് ഉള്ള തന്നെയാണ്, ചിലത് ഓം പറഞ്ഞിട്ട് ബെൽതായതാണ്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഉണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പോയി വരുമ്പോൾ അതൊക്കെ തിരിയണേ. അപ്പൊ ആദ്യം ഹജ്ജിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് അതൊക്കെ. ഇരിക്കട്ടെ, ഞാൻ ഇപ്പൊ അതിലേക്ക് കിടക്കണില്ല. ഞാൻ പറഞ്ഞത് അപ്പൊ പറയും. പിന്നെ പ്രായമുള്ള ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഉംറ ആദ്യം ഇങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് അവരെ ക്ഷീണിപ്പിച്ചിട്ട് പിന്നെ ഹജ്ജിന്റെ ഇബാദത്തിന് മുടക്ക് മരണ കോലത്തിലാകണ്ട, ഒരു ഉംറ അങ്ങ് ചെയ്യാ, പിന്നെ ഹജ്ജിന് തന്നെ പ്രവേശിക്കുക. കാരണം എല്ലാ ഉംറ ആദ്യം തന്നെ, ഇതെപ്പോ എല്ലാ ദിവസവും ഉംറ തന്നെ. വയസ്സ് കുറേ ആയി, ആഫിയത്തില്ല, എല്ലാ ദിവസവും ഉംറ ചെയ്യിപ്പിച്ചാൽ പിന്നെ ഫർളായ ഹജ്ജ്, ആ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ക്ഷീണം ബാധിക്കും. ചിലപ്പോൾ ഹജ്ജ് സ്വഹിയാകാൻ തന്നെ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അത് വരാതിരിക്കാൻ ചിലപ്പോൾ ആദ്യം കുറച്ച് വിശ്രമിക്കാം. കാരണം ഹജ്ജിന്റെ സമയത്ത് കുറെ മെനക്കെടാനുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. എന്നാൽ അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയതാണ്. പക്ഷേ ഒരു കാലിന് വയ്യാണ്ടായി, ആ ഒരു കാല് വേദനിക്കാൻ തുടങ്ങി. പക്ഷേ മഹാനവരികൾ വിശ്രമിക്കുന്നില്ല. രാത്രി ഫുള്ളായി ഇബാദത്ത് ചെയ്യുന്നു. ഫഖാമ യുസല്ലി ഹത്താ അസ്ബഹ, സുബ്ഹിയാകുന്നത് വരെ മഹാനവരികൾ നിസ്കരിക്കുന്നു. എങ്ങനെ നിസ്കരിക്കുന്നു? അതെ, ഒരു കാലിന് വേദനയാണല്ലോ. ആ മഹാനവരികൾ നിസ്കരിക്കുന്നത് അലാ ഖദമിൻ വാഹിദ, ഒരൊറ്റ കാമേൽ നിന്നിട്ട് മഹാനവരികൾ രാത്രി മുഴുവനും നിസ്കരിക്കുന്നു. ഒരു കാലങ്ങ് വേദനിച്ചപ്പോ മഹാനവരികളുടെ മനസ്സ് മഹാനവരികളോട് ഒരൽപ്പം റെസ്റ്റ് എടുക്കാൻ തോന്നിപ്പിച്ചില്ല, ഒരൽപ്പം വിശ്രമിക്കാൻ തോന്നിപ്പിച്ചില്ല. മഹാനവരികളുടെ മനസ്സ് മഹാനവരികളോട് പറഞ്ഞത്, ഈ വേദനിക്കുന്ന കാലുമായി തന്നെ റബ്ബിന് ഇബാദത്ത്
ചെയ്യണോ, അത് എൻ്റെ ആഖിറം രക്ഷപ്പെടുത്താനാണ്. അങ്ങനെ ഒരു കാലങ്ങ് വേദനിച്ചപ്പോൾ ഒരൊറ്റ കാമേൽ നിന്നിട്ട് രാത്രി ഫുള്ളായി നിസ്കരിച്ചു. മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഈ അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു വസല്ലൽ ഫജ്റ ബിഉളൂഇൽ ഇശാ, ആ ഇശാഇനെടുത്ത ഉളൂ കൊണ്ട് മഹാനവരികൾ സുബ്ഹി നിസ്കരിച്ചു. ഓ സുഹൃത്തുക്കളെ, എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ഈ പറഞ്ഞത് മഹാന്മാരൊക്കെ അങ്ങനെയാണ്. അവരവരുടെ തടിയങ്ങ് പൊടിയാക്കി. ഓ ചെറുപ്പക്കാരാ, തടി പൊടിയാക്കിയിട്ട് കളിച്ചതല്ല കേട്ടോ, തടി പൊടിയാക്കിയിട്ട് കളിച്ചതല്ല. ഓ വഅൽ കേൾക്കുന്ന യുവതികളെ, ആ മഹദിമാര് തടി പൊടിയാക്കിയിട്ട് കളിച്ചതല്ല. അതുകൊണ്ടല്ലേ അവരൊക്കെ തടി പൊടിയാക്കിയത്? അവരുടെ ആഖിറം രക്ഷപ്പെടുത്താൻ കുറെ ഇബാദത്ത് ചെയ്യാനാണ്. എന്നാൽ